Hi dear students, welcome to the new session of Marketing Management. Marketing Managementന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ-കൊമേഴ്സ് ആൻഡ് ഇ-മാർക്കറ്റിംഗ് എന്നുള്ള 9ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഇ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ സെഷൻ നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഇ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ പേയ്മെന്റ് മീഡിയ എന്നുള്ള ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ്. എന്താണ് ഇ പേയ്മെന്റ് മീഡിയാസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് നടത്താം, ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ കഴിയും. സോ അതിന് ഉപയോഗിക്കുന്ന മീഡിയാസ്, എന്തെല്ലാം മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ പ്രധാനമായിട്ടും 4 ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്: ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇ വാലറ്റ്സ്. സോ ഈ 4 കാര്യങ്ങളാണ് ഇ പേയ്മെന്റ് മീഡിയാസ് ആയിട്ട് ഇവിടെ പരിചയപ്പെടുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Debit card, like a credit card, is a small plastic card with a unique number mapped with the bank account number. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സ്മോൾ പ്ലാസ്റ്റിക് കാർഡാണ്. ഒരു യുണീക്ക് നമ്പറോട് കൂടിയിട്ട് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പറോട് കൂടിയിട്ട് വരുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡിനെയാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പേയ്മെന്റ് കാർഡ് ദാറ്റ് ഡിഡക്ട്സ് മണി ഡയറക്ട്ലി ഫ്രം എ കൺസ്യൂമേഴ്സ് ബാങ്ക് അക്കൗണ്ട് ടു പേ ഫോർ പർച്ചേസ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പർച്ചേസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ATM ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കൺസ്യൂമറുടെ ബാങ്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് എലിമിനേറ്റ് ദ നീഡ് ടു ക്യാരി ക്യാഷ് ഓർ ചെക്സ് ടു ദ മേക്ക് പർച്ചേസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ക്യാഷ് നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല, ചെക്ക് നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻസ് നടത്താവുന്നതാണ്. ഡെബിറ്റ് കാർഡ് സെർവ്സ് എ ഡുവൽ പർപ്പസ് ദാറ്റ് ദേ അലോ ദ യൂസർ വിഡ്രോ മണി ഫ്രം ഹിസ് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആൻ ATM ഉപയോഗിച്ചിട്ട് നമുക്ക് ബാങ്കിൽ നിന്നും മണി വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് ഓഫ് സെയിലിലൂടെ മെർച്ചൻസിൽ നിന്നും നമുക്ക് പർച്ചേസിംഗ് നടത്താവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ പർച്ചേസിംഗ് ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ATM മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മണി വിഡ്രോ ചെയ്യാനും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബാങ്ക് നമുക്ക് നൽകുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറോട് കൂടി നൽകുന്ന ഒരു യുണീക്ക് നമ്പറോട് കൂടി നൽകുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഈസ് എ സ്മോൾ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ യുണീക്ക് നമ്പർ അറ്റാച്ച്ഡ് വിത്ത് ആൻ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ടുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു യുണീക്ക് നമ്പറോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡും. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് മോർ ദാൻ വൺസ് ടു ബോറോ മണി ഓർ ബൈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റിന് പ്രൊഡക്റ്റുകളും സർവീസുകളും ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ബേസിസിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ സർവീസുകളോ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മണി ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് വർക്ക്സ് അറൌണ്ട് ദ ഗ്ലോബ് റിഗാർഡ്ലെസ് ദ ലൊക്കേഷൻ ഓർ കൺട്രി ഓഫ് ദ കിങ് ബാങ്ക്. ദേ ഓൾസോ ഹാൻഡിൽ മൾട്ടിപ്പിൾ കറൻസീസ് ആൻഡ് ക്ലിയർ ട്രാൻസാക്ഷൻ ത്രൂ സീരീസ് ഓഫ് ക്ലിയറിംഗ് ഹൗസസ്. അപ്പോൾ ഏത് രാജ്യത്തെ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു രാജ്യത്തും ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കറൻസീസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, കൺവീനിയന്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് പേയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈസി ആക്സസ്, മോർ ഷോപ്പിംഗ് ഓപ്ഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ക്രെഡിറ്റ് സ്റ്റോർ, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ്. ക്രെഡിറ്റ് സ്റ്റോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി, എത്രമാത്രം നമുക്ക് ക്രെഡിറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ആണ്, നമ്മൾ എത്രമാത്രം ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്രെഡിറ്റ് കാർഡിന് പ്രത്യേകമായിട്ടുള്ള ലിമിറ്റുകൾ ഉണ്ട് അല്ലെ. അത് ഓരോ ബാങ്കുകളും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ലിമിറ്റ് നൽകുന്നത്. നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർച്ചേസിങ്ങിന് അവിടെ പേയ്മെന്റ് നടത്തുന്നത്. ബാങ്ക് നമുക്ക് ക്രെഡിറ്റിൽ എന്ത് ചെയ്യാണ്, എമൗണ്ട് നൽകുകയാണ്. അത് എന്ത് ചെയ്യും, ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മെർച്ചന്റിന് ക്യാഷ് പേ ചെയ്യുകയും ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബാങ്കിലേക്ക് നമ്മൾ ആ ഒരു പേയ്മെന്റ് നടത്തേണ്ടതായിട്ടും വരുന്നു. ഇത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അതെല്ലാം ഓരോ ബാങ്കുകളിലും ഡിഫറെന്റ് ആണ്, ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെന്റ് ആണ്. സോ കസ്റ്റമേഴ്സ് എത്രമാത്രം ക്രെഡിറ്റ് വേർത്തി ആണോ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് സ്മാർട്ട് കാർഡ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാർഡ് ലൈക്ക് ഡിവൈസ് വിച്ച് കണ്ടെയ്ൻസ് ആൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എംബഡഡ് ഓൺ ഇറ്റ്. ദി IC chip can be a microprocessor with memory or just simple memory circuit.
അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ബട്ട് അതിൻ്റെ കൂടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു പക്ഷേ ഒരു മൈക്രോ പ്രൊസസ്സർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെമ്മറിയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെമ്മറി സർക്യൂട്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു IC ചിപ്പ് എന്ന് പറയുന്നത്. സോ IC ചിപ്പുള്ള ഒരു കാർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ലേമാൻസ് വേർഡ്സ്, എ സ്മാർട്ട് കാർഡ് is the card which we can exchange the data, store and manipulate data. അപ്പോൾ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതിലൊരു ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് ഉണ്ട്, സർക്യൂട്ട് ചിപ്പ് ഉണ്ട്. ആ ചിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സ്മാർട്ട് കാർഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് എ സ്മാർട്ട് കാർഡ് റീഡർ അറ്റാച്ച്മെന്റ് ടു എ പേഴ്സണൽ കമ്പ്യൂട്ടർ ടു ഓതന്റിക്കേറ്റ് എ യൂസർ. അപ്പോൾ യൂസറെ ഓതന്റിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ സ്മാർട്ട് കാർഡ് റീഡർ ഉപയോഗിച്ചിട്ട് നമുക്കത് സ്മാർട്ട് കാർഡുകളെ റീഡ് ചെയ്യാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ എല്ലാ ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും എല്ലാം സ്മാർട്ട് കാർഡുകളാണ്. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പിന്നെ ഓപ്ഷൻസ്, ഡിഫറൻ്റ് ആയിട്ടുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഇത്തരത്തിൽ സ്മാർട്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ സ്മാർട്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ പിന്നെ എംപ്ലോയീസിൻ്റെ മറ്റു ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡുകളെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെന്റുകൾ അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താവുന്നതാണ്. പറയുന്നത് വാലറ്റ്സ് എന്ന് പറയുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് കാർഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ മെയ്ഡ് ഓൺലൈൻ ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ സ്മാർട്ട് ഫോൺ. ഇറ്റ്സ് യൂട്ടിലിറ്റി ഈസ് സെയിം ആസ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. അപ്പോൾ വാലറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട്. ദെൻ ആൻ വാലറ്റ് നീഡ്സ് ടു ബി ലിങ്ക്ഡ് വിത്ത് ആൻ ഇൻഡിവിജ്വൽസ് ബാങ്ക് അക്കൗണ്ട് ടു മേക്ക് പേയ്മെന്റ്സ്. അപ്പോൾ നമുക്ക് പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നെ വാലറ്റ് നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് നമ്മൾ Paytm ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എയർടെൽ മണി, അതുപോലെ തന്നെ മൊബിക്വിക്ക്, ഫ്രീ ചാർജ്, ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ അക്കൗണ്ടുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ആണ് വാലറ്റ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ വാലറ്റ് വൺ ക്യാൻ മേക്ക് പേയ്മെന്റ് ഫോർ ഗ്രോസറീസ്, ഓൺലൈൻ പർച്ചേസ് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എമംഗ് അതേഴ്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻ്റ് ആയിട്ടുള്ള പർച്ചേസിംഗ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ ടിക്കറ്റ് ബുക്കിങ്ങും റിസർവേഷൻസും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ്. ഫോർ സെറ്റിംഗ് അപ്പ് എൻ വാലറ്റ് അക്കൗണ്ട് ദ യൂസർ നീഡ്സ് ടു ഇൻസ്റ്റാൾ ദ സോഫ്റ്റ്വെയർ ഓൺ ഹിസ് ഓർ ഡിവൈസ് ആൻഡ് എൻ്റർ ദ റിലവൻറ്റ് ഇൻഫർമേഷൻ റിക്വയർഡ്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് Paytm, അതുപോലെ തന്നെ ഗൂഗിൾ പേ പോലെയുള്ള പിന്നെ ആപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു വാലറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പറയാവുന്നതാണ്. അപ്പോൾ വാലറ്റ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് പോലെ ഡെബിറ്റ് കാർഡ് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ എല്ലാം യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷനാണ് വാലറ്റ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സുകൾ നമുക്ക് നടത്താവുന്നതാണ്, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ബേസിക് സ്റ്റെപ്സ് ഓഫ് ആൻ ഓൺലൈൻ പേയ്മെന്റ്. ഓൺലൈൻ പേയ്മെന്റിന്റെ സെർട്ടൻ സ്റ്റെപ്പുകളാണ്, ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, മെർച്ചന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് സെർട്ടൻ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുകയും അത് ഓർഡർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം, അല്ലെ, ഏതെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ലൈക്ക് ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണോ അതുപോലെയുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്തു ഓർഡർ ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം ആ മെർച്ചന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കതിലൊരു റിപ്ലൈ നൽകുന്നുണ്ട്, ഒരു ഓർഡർ സമ്മറി നൽകുന്നുണ്ട്. നമ്മൾ എന്തായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അതിന് എത്രയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അതിൻ്റെ ഓർഡർ നമ്പർ എത്രയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് മെർച്ചന്റ് റിപ്ലൈ ആയിട്ട് നൽകുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസും അതുപോലെയുള്ള സെർട്ടൻ ഇൻസ്ട്രുമെന്റ്സിന്റെ ആ ഒരു ഇൻഫർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇൻഫർമേഷനോട് കൂടിയിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പേയ്മെന്റ് ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി എൻക്രിപ്റ്റഡ് ബൈ ആൻ SSL പൈപ്പ്ലൈൻ സെറ്റപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് വെബ് ബ്രൗസർ ആൻഡ് മെർച്ചൻസ് വെബ് സെർവർ SSL സർട്ടിഫിക്കറ്റ്. SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ലെയർ എന്നുള്ളതാണ് SSL എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പേയ്മെന്റ് ഇൻഫർമേഷൻ നമ്മൾ നൽകുകയാണ്, ക്രെഡിറ്റ് കാർഡിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ നൽകുന്നു. ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമറുടെ വെബ് ബ്രൗസറിൽ നിന്നും പിന്നെ മെർച്ചന്റിന്റെ വെബ് സെർവറിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫോം ചെയ്യുകയും അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷൻസ്, അതായത് അവിടെ സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു എൻക്രിപ്ഷൻ അവിടെ നടക്കുന്നത്. നമ്മുടെ ആ ഒരു കോഡ് അവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ അവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, അവരത് മനസ്സിലാക്കുന്നത്. അതായത് സെർവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രൗസറിൽ നൽകുന്ന ഇൻഫർമേഷൻ വെബ് സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മനസ്സിലാക്കുന്നുണ്ട് ഇത് ജെനുവിൻ ആണോ
അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത്, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയോ നമ്പർ നമ്മൾ തെറ്റി നൽകിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടുള്ള നമ്പർ നൽകി കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കത് എററാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാർഡ് ഇല്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് നൽകും അല്ലെ. അത് എങ്ങനെയാണ് നൽകുന്നത്? ഈ SSL സർട്ടിഫിക്കേഷനിലൂടെയാണ്, ഈ രീതിയിലുള്ള എൻക്രിപ്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെർച്ചന്റ് നമ്മുടെ ഓർഡർ കൺഫേം ചെയ്യുകയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഗുഡ്സും സർവീസുകളും സപ്ലൈ ചെയ്യുക, കസ്റ്റമറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അതോടൊപ്പം ആ ഒരു സെയിം ടൈമിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറിലേക്ക്, അതായത് കസ്റ്റമറിലേക്ക് ഒരു ഇൻവോയ്സ്, ഒരു ബില്ല് സെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്, ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ്, അത് പേയ്മെന്റ് നടന്നോ ഇല്ലയോ എന്നുള്ള ആ ഒരു കൺഫർമേഷൻ സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്യൂമർ അക്നോളജ് ആൻഡ് അപ്രൂവ്സ് ദിസ് ഇൻഫർമേഷൻ ആൻഡ് റിട്ടേൺസ് ഇറ്റ് ടു ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻവോയ്സ്, അതുപോലെ തന്നെ ബാങ്കിന്റെ സർട്ടിഫിക്കറ്റ്, ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ അക്നോളജ് ചെയ്യുന്നു, അത് സമ്മതിക്കുന്നു, അല്ലെ അത് കറക്റ്റ് ആണ് എന്നുള്ളത് അവിടെ കൺഫേം ചെയ്യുന്നു. കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൺഫർമേഷൻ എന്ത് ചെയ്യുന്നു, നൽകുന്നു, അത് ബിസിനസ്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ദ ബിസിനസ് ദെൻ ജനറേറ്റ് ആൻ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഫോർ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് സെൻഡ്സ് ഇറ്റ് ടു ദെയർ ബാങ്ക്. അതിനുശേഷം ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഒരു ഓതറൈസേഷൻ റിക്വസ്റ്റ് നൽകുന്നു എന്നുള്ളതാണ്, ജനറേറ്റ് ചെയ്യുന്നു. അതായത് കസ്റ്റമറുടെ ക്രെഡിറ്റ് കാർഡിലേക്കുള്ള ഒരു ഓതറൈസേഷൻ റിക്വസ്റ്റ് നൽകുന്നു. എന്നിട്ട് ആ ഒരു ഓതറൈസേഷൻ റിക്വസ്റ്റിന്റെ റിപ്ലൈ എന്ത് ചെയ്യുന്നു, ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ ബാങ്ക് ഒരു ക്രെഡിറ്റ് ഓതറൈസേഷൻ റിക്വസ്റ്റ് അക്വയറിലേക്ക് നൽകുന്നു എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്വയറർ എന്ത് ചെയ്യുന്നു, ഒരു അക്നോളജ്മെന്റ് ബിസിനസ് ബാങ്കിലേക്ക് നൽകുന്നു. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ആൻ അക്നോളജ്മെന്റ് ഫ്രം ദി കസ്റ്റമേഴ്സ് ബാങ്ക്, കസ്റ്റമറുടെ ബാങ്കിൽ നിന്നും ഈ ഒരു എന്താ പറയുക അക്നോളജ്മെന്റ് കിട്ടിയതിനു ശേഷം, നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അക്നോളജ്മെന്റ് നൽകുന്നുണ്ട് എന്നുള്ളത്, ആ ഒരു അക്നോളജ്മെന്റ് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ഈ അക്വയറിലേക്ക് കിട്ടുന്നു. ആ അക്നോളജ്മെന്റ് എന്ത് ചെയ്യുന്നു, കിട്ടിയതിനു ശേഷം അക്വയറർ എന്ത് ചെയ്യുന്നു, ആ ഒരു അക്നോളജ്മെന്റ് ബിസിനസിന്റെ ബാങ്കിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വൺസ് ദ കസ്റ്റമേഴ്സ് ബാങ്ക് ഓതറൈസ് പേയ്മെന്റ്, ദ ബിസിനസ് ബാങ്ക് സെൻഡ് ആൻ അക്നോളജ്മെന്റ് ബാക്ക് ടു ദ ബിസിനസ് വിത്ത് ദ ഓതറൈസേഷൻ നമ്പർ. അപ്പൊ അത്തരത്തില് കസ്റ്റമറുടെ ബാങ്കിൽ നിന്നും ഒരു ഓതറൈസേഷൻ പേയ്മെന്റ് നടക്കുകയും അങ്ങനെ പേയ്മെന്റ് നടന്നതിന് ശേഷം ഈ ബിസിനസിന്റെ ബാങ്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു അക്നോളജ്മെന്റ് ബിസിനസ്സിലേക്ക് ആ ഒരു ഓതറൈസേഷൻ നമ്പറോട് കൂടിയിട്ട് അയക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ രീതിയിലുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് ബേസിക് ആയിട്ട് ഓൺലൈൻ പേയ്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനും കൺസ്യൂമറും തമ്മിലുള്ള ആ ഒരു ഡീലിങ്സിൽ ബിസിനസിന്റെ ബാങ്കും അതുപോലെ തന്നെ കൺസ്യൂമറുടെ ബാങ്കും ആ ബാങ്കുകൾ കൂടെ ഇടപഴകുന്നു, അല്ലെങ്കിൽ ബാങ്കുകൾ കൂടെ ഇടപെടുന്നു. അവർ തമ്മിലുള്ള ആ ഒരു കൺഫർമേഷനും ഓതറൈസേഷനും എല്ലാം ക്ലിയർ ആയിട്ട് നടന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പേയ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഇ പേയ്മെന്റ് സിസ്റ്റം. ഒരു ഗുഡ് ഇ പേയ്മെന്റ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയുന്നത് കണക്ടിവിറ്റിയാണ്. ഒരു ഗുഡ് ഇ പേയ്മെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ഈ കണക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ടൈപ്പുകൾ അതിനകത്ത് അവൈലബിൾ ആയിരിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് പ്രോസസ്സേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അത്തരത്തിൽ ഒരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മളൊരു പിന്നെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ സ്മാർട്ട് കാർഡുകളും അതേപോലെ ക്രെഡിറ്റ് കാർഡുകളും അതേപോലെ തന്നെ ഇ വാലറ്റ്സും അല്ലെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകൾ, പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ എസെൻഷ്യൽ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സ്കെയിലബിലിറ്റി ആണ്. ട്രാൻസാക്ഷൻ പ്രോസസിംഗ് പവർ ഷുഡ് ഗ്രോ ക്വിക്ലി, പ്രൊവൈഡിംഗ് ത്രൂപുട്ട് ആൻഡ് റിലയബിലിറ്റി ആസ് ദ ട്രാൻസാക്ഷൻ ലോട്ട്സ് ഗ്രോസ് ഫ്രം മില്യൺസ് ടു ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻ പെർ മന്ത് ആൻഡ് ബിയോണ്ട്. അത് സ്കെയിലബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇ പേയ്മെന്റ് സിസ്റ്റം എപ്പോഴും ഒരു ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇ പേയ്മെന്റ് സിസ്റ്റം ആയിരിക്കണം അല്ലെ. വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്ലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് പവറുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മുടെ ഒരു നല്ല ഇ പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മില്യൺസിൽ നിന്നും 100 മില്യൺസിലേക്കും അല്ലെ ഇങ്ങനെ പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാകുന്ന, ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് മൂന്നാമതായിട്ട് പറയുന്നത് മാക്സിമം ത്രൂപുട്ട് ആണ്. മാക്സിമം ത്രൂപുട്ട് മീൻസ് എ ഗുഡ് ഇ പേയ്മെന്റ് സിസ്റ്റം ഷുഡ് ഹാവ് ബിൽറ്റ് ഇൻ സെർവർ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ്.
പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കണം ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു നല്ലൊരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കണം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ലോഡ് ബാലൻസിങ് ആൻഡ് ലീനിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഹൈലി അവൈലബിൾ പേയ്മെന്റ് പ്രോസസ്സിംഗ് റിക്വയർസ് ദാറ്റ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ സെർവേഴ്സ് ബി ബോത്ത് എക്സ്ട്രീംലി റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെർവേഴ്സും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു പേയ്മെന്റ് പ്രോസസ്സിംഗ് സിസ്റ്റവും എല്ലാം റിലയബിൾ ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈലി അവൈലബിൾ ആകണം, അതായത് കസ്റ്റമേഴ്സിനെല്ലാം അത് ആക്സസ് ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് റിലയബിൾ ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് റിലയബിലിറ്റി ആണ്. ദ ഇ പേയ്മെന്റ് സിസ്റ്റം ഷുഡ് ബി റിലയബിൾ, അല്ലെ വിശ്വാസയോഗ്യമായിരിക്കണം. അതേപോലെ തന്നെ സെക്യൂരിറ്റി ആണ്. ദ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഫിസിക്കൽ പ്ലാൻ ഡെവലപ്ഡ് ആൻഡ് യൂസ്ഡ് ആർ കെയർഫുള്ളി കോർഡിനേറ്റഡ് വിത്ത് ആൻ അഗ്രസീവ് സെറ്റ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് ടു പ്രൊവൈഡ് മാക്സിമം പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്റഗ്രിറ്റി അറ്റ് വേരിയസ് ലെവൽസ്. സോ മാക്സിമം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഹാർഡ്വെയർ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റിയും അതുപോലെ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റിയും ഒക്കെ നമ്മുടെ പ്രോപ്പർട്ടീസിനും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസിനും പേയ്മെന്റ്സുകൾക്കും ഒക്കെ അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾക്കും ഒക്കെ മാക്സിമം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ, ഒരു ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു ഇ പേയ്മെന്റ് സിസ്റ്റത്തെ അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്. ഇതാണ് ആറാമത്തെ ഒരു എസെൻഷ്യൽ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ഇത്രയാണ് എസെൻഷ്യൽ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് സെക്യൂരിറ്റി റിസ്ക് ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ്, സെക്യൂരിറ്റി റിസ്കുകളാണ് പറയുന്നത്. സെക്യൂരിറ്റി റിസ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്പൂഫിംഗ് എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ കോസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ള വെബ്സൈറ്റുകളുടെ കണ്ടന്റുകൾ നമുക്ക് കോപ്പി ചെയ്യാനും ഇന്ന് സാധിക്കും, അല്ലെ. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്ന് കോപ്പി ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് വെബ്സൈറ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഹാക്ക് ചെയ്യാനുള്ള ഒരു വഴി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്പൂഫിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പൂഫിംഗ് ഇൻവോൾവ് സംവൺ മസ്കുറൈഡിങ് ആസ് സംവൺ എൽസ്. മറ്റൊരാളുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻസ്, അതായത് കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇത് ഉപയോഗിക്കുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ കസ്റ്റമേഴ്സ് ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഒക്കെ ആ ഒരു വെബ്സൈറ്റിലേക്ക് നൽകുകയും അത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ ഈ വെബ്സൈറ്റിന്റെ ഓണേഴ്സ് അതിന് ആ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്പൂഫിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ടൈപ്പ് ഹാക്കിംഗ് ആണെന്ന് നമുക്കത് പറയാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് പോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഇൻഫർമേഷൻസ് അവർ കോപ്പി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് സ്പൂഫിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടാമതായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ ആണ്. വെൻ ഇൻഫർമേഷൻ അബൌട്ട് ട്രാൻസാക്ഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ എ ട്രാൻസ്പെറന്റ് വേ, ഹാക്കേഴ്സ് ക്യാൻ ക്യാച്ച് ദ ട്രാൻസ്മിഷൻ ടു ഒബ്റ്റെയിൻ കസ്റ്റമർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലൂടെ നമ്മളത് നമ്മുടെ ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു നൽകുന്നു, അല്ലെ മറ്റൊരാളിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് നൽകും. സോ ഹാക്കേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? അത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് റിലീവ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അത് പിന്നെ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഇന്റർനെറ്റിൽ നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ മൂന്നാമതായിട്ട് പറയുന്ന അൺഓതറൈസ്ഡ് ആക്ഷൻ ആണ്. എ കോമ്പറ്റീറ്റർ ഓർ an unhappy customer can alter a website so that it refuses services to potential clients. അപ്പോൾ ഒരു കോമ്പറ്റീറ്റർക്കോ അല്ലെങ്കിൽ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമർക്കോ നമ്മുടെ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻസ് ഓൾട്ടർ ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. അത് യഥാർത്ഥത്തിലുള്ള ക്ലയൻസിലേക്ക് അവർക്ക് കിട്ടേണ്ട പല സർവീസുകളും അവർക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്റർനെറ്റ് നേരിടുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ഹാക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്റർനെറ്റിൽ സെക്യൂരിറ്റി പ്രോബ്ലം ആയിട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ 3 പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.
മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഈവ്സ് ഡ്രോപ്പിംഗ് ആണ്. ഈവ്സ് ഡ്രോപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ചില ട്രാൻസാക്ഷൻസ്, വളരെ സ്വകാര്യമായിട്ട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് അല്ല എങ്കിൽ അത് മറ്റൊരാളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ ചാരപ്പണി പോലെയുള്ള അല്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കുന്ന രീതി ഇന്റർനെറ്റിലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് അത് മറ്റൊരാൾ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈകളിലേക്ക് അത് എത്താനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്നുള്ള ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മറ്റൊന്ന് പറയുന്നത് ഡാറ്റ ഓൾട്ടർനേഷൻ ആണ്. ദി കണ്ടന്റ് ഓഫ് ട്രാൻസാക്ഷൻ മെ നോട്ട് ഓൺലി ബി ഇന്റർസെപ്റ്റഡ് ബട്ട് ആൾസോ ആൾട്ടേർഡ് എയ്തർ മലീഷ്യസ്ലി ഓർ ആക്സിഡന്റലി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ നൽകുന്ന ഇൻഫർമേഷൻസ്, നമ്മൾ രണ്ട് കസ്റ്റമേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ കമ്പനിയും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഇൻഫർമേഷൻസിന്റെ ഒരു എക്സ്ചേഞ്ചിങ് നടക്കുകയാണ്. ആ ട്രാൻസാക്ഷൻ ഒരു പക്ഷേ എന്താവാം, ഇന്റർസെപ്റ്റ് ചെയ്യാം, അല്ലെ അത് ഇല്ലാതെയാക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം അത് ഇല്ലാതാക്കാനുള്ള സാധ്യത ഉള്ളതോടൊപ്പം അതേപോലെ തന്നെ ആ ഇൻഫർമേഷൻസ് ഓൾട്ടർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നൽകുന്ന മെസ്സേജുകൾ ഓൾട്ടർ ചെയ്തിട്ട് വേറൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റിയിട്ട് അത് പിന്നെ സെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൂസർ നെയിം, ക്രെഡിറ്റ് കാർഡ് നമ്പർ, അല്ലെ അതുപോലെ എമൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. അപ്പം നമ്മൾ നൽകുന്ന ഡാറ്റകളിൽ ചേഞ്ചസ് വരുത്താനുള്ള സാധ്യതയും ഇന്റർനെറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ഓൺലൈൻ ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റൊരാളുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാജന്മാർ ഒരുപാട് വിലസുന്നുണ്ട് എന്നുള്ളത്, അല്ലെ. അതിന്റെ ഒരു രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഒബ്റ്റെയിനിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൺലൈൻ ത്രൂ സൈറ്റ്സ് ആൻഡ് ഇമെയിൽസ് മാസ്ക്രൈഡിംഗ് ആസ് ലെജിറ്റിമേറ്റ് ബിസിനസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൺലൈനിലൂടെ കളക്ട് ചെയ്യുകയും അത് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ബിസിനസ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും ഉപയോഗിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസോ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളാണെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ ആയിരിക്കാം ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്, അല്ലെ. അപ്പോൾ കസ്റ്റമേഴ്സ് ആ ഒരു വെബ്സൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുകയും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ അവരിലേക്ക് ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഐഡന്റിറ്റി തെഫ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിഷിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്യൂരിറ്റി പ്രോബ്ലംസ് ആയിട്ട് ഇന്റർനെറ്റിൽ ഫേസ് ചെയ്യുന്ന സെക്യൂരിറ്റി റിസ്കുകളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ്. നമ്മുടെ ഇ പേയ്മെന്റ് സിസ്റ്റം വളരെ സെക്യൂർഡ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓതന്റിക്കേഷൻ ആണ്. കസ്റ്റമേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു അഷ്വർ ദാറ്റ് ദേ ആർ ഇൻ ഫാക്ട് ഡൂയിങ് ബിസിനസ് ആൻഡ് സെൻഡിങ് പ്രൈവറ്റ് ഇൻഫർമേഷൻ വിത്ത് എ റിയൽ ആൻഡ് എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മളൊരു മെസ്സേജ് കൈമാറുന്ന സമയത്ത്, ഒരു ഇൻഫർമേഷൻ ഒരാളിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിസീവർ അയാൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്, ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ് എന്ന് നമ്മൾ ഓതന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളത് ഉറപ്പുവരുത്തിയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഓൾ മെസ്സേജസ് ഇൻ ദ ഇ മാർക്കറ്റിംഗ് എൻവിറോൺമെന്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം. ഇൻഫർമേഷൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഐസ് ഓഫ് അൺഓതറൈസ്ഡ് ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഹാക്കേഴ്സ്. നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. സോ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന ഇന്റഗ്രിറ്റി ആണ്. ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റിമൈൻ അൺമോഡിഫൈഡ് ഡ്യൂറിംഗ് ദ ട്രാൻസിറ്റ് ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് സെർവർ. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം അൺഡിറ്റക്റ്റബിൾ ആൾട്ടർനേഷൻ ബൈ തേർഡ് പാർട്ടീസ് ഇൻ ട്രാൻസ്മിഷൻ ഓൺ ദ ഇന്റർനെറ്റ്. സോ നമ്മൾ ഇന്റർനെറ്റിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, മോഡിഫയബിൾ ആവാൻ പാടില്ല. അൺമോഡിഫൈഡ് മോഡിലായിരിക്കണം നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത്. ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ക്ലയന്റിനോ അല്ലെങ്കിൽ സെർവറിനോ ഇടയിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനുള്ള ഒരു അനുമതി നമ്മൾ നൽകാൻ പാടില്ല. അങ്ങനെ ആൾട്ടർനേഷൻ വരുത്താൻ പറ്റുന്ന ഒരു സാധ്യത നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒരു പ്രൊട്ടക്റ്റഡ് ഫോമിലായിരിക്കണം നമ്മളത് നൽകിയിരിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോൺ റെപ്യൂട്ടബിലിറ്റി ആണ്. നോൺ റെപ്യൂട്ടബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഒരിക്കലും അത് ഡിനൈ
മിനിമൈസ് ചെയ്യാൻ കഴിയില്ല, അതായത് നിരസിക്കാൻ കഴിയില്ല, അയാൾക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ നൽകിയിരിക്കണം. അതായത് അത്തരത്തിലൊരു സെക്യൂരിറ്റി നമ്മൾ നൽകിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് പ്രൈവസിയാണ്. പ്രൈവസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ആകെത്തുക. ഓക്കെ, നല്ലൊരു പ്രൈവസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. നമ്മൾ സേഫ്റ്റി നമ്മളെപ്പോഴും നമ്മുടെ മെസ്സേജുകൾക്ക് നൽകിയിരിക്കണം. നമ്മൾ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ മെസ്സേജുകളോ നമുക്ക് കിട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, എനിവേ നമ്മൾ സെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള മെസ്സേജുകൾക്ക് നമ്മളെപ്പോഴും ഒരു സേഫ് ഗാർഡ്, ഒരു സെക്യൂരിറ്റി നമ്മളെപ്പോഴും നൽകിയിരിക്കണം, ഒരു സേഫ്റ്റി നമ്മളെപ്പോഴും നൽകിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്റർനെറ്റിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ പലതും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പാക്കറ്റ് സ്നിഫിംഗ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് നെറ്റ്വർക്ക് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് വളരെ സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, സേഫ് ഗാർഡ് നമ്മൾ നൽകിയിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന സെക്യൂരിറ്റി ടൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്ന ആന്റിവൈറസ് പ്രോഗ്രാമാണ്. ഇന്റർനെറ്റിൽ നമ്മൾ ഇ പേയ്മെന്റ് നടത്തുന്ന സമയത്തും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്തും നമ്മൾ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് സെക്യൂരിറ്റി ടൂൾസുകൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ടൂളായിട്ട് പറയുന്നത് ആന്റിവൈറസ് പ്രോഗ്രാം ആണ്. അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റത്തിലും നമ്മൾ എപ്പോഴും ആന്റിവൈറസ് പ്രോഗ്രാംസ് എന്ത് ചെയ്യണം, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. then മറ്റൊന്ന് പറയുന്നത് ഓഡിറ്റ് ലോഗ്സ് ആണ്. The audit logs along with the firewall logs are to be examined on the semi-regular basis with the aim of detection of abnormal activity. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ആക്ടിവിറ്റീസ് അതിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടണം. അതായത് നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിനെയും നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ബേസിസിൽ നമ്മൾ അത് എപ്പോഴും എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ നടത്താത്തത് അവിടെ നടക്കുന്നുണ്ടോ, അല്ലെ, അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫയർവാൾസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ആന്റിവൈറസ് പ്രോഗ്രാംസ് പോലെ തന്നെ ഇന്റർനെറ്റിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമാണ് ഫയർവാൾസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സെക്യൂരിറ്റി പ്രോബ്ലംസും അതേപോലെ തന്നെ വൈറസ് പ്രോബ്ലംസും ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഈ ഫയർവാൾ പ്രോഗ്രാംസിലൂടെ സാധിക്കും. ഇന്റർനെറ്റിലൂടെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള പിന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫയർവാൾസിലൂടെ സാധിക്കും. സോ ഫയർവാൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സെക്യൂരിറ്റി ടൂൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ബാക്കപ്സ് ആണ്. ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പീരീഡ് ഉപയോഗിച്ച് നമ്മളത് ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫയൽസും നമ്മൾ വെബ് സെർവറിലേക്ക് ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ ഒരു ടെക്നിക്കായിട്ട് അല്ലെങ്കിൽ ടൂളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻക്രിപ്ഷൻ ആണ്. നമ്മൾ ഇൻഫർമേഷൻസ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് ഇൻഫർമേഷൻസ് എപ്പോഴും എന്തായിരിക്കണം, ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം നൽകേണ്ടത്. അതായത് നമ്മളൊരു കോഡിംഗ് രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഇൻഫർമേഷൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അത് സെൻഡ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമ്മൾ ക്രിപ്റ്റോഗ്രഫി പോലെയുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആക്കിയിട്ട് അത് ആർക്കും മനസ്സിലാവാത്ത ഒരു ഇൻഫർമേഷൻ ആക്കിയിട്ട് ഒരു കോഡ് രൂപത്തിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് എൻക്രിപ്ഷൻ എന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് കൺസീൽസ് മീനിങ് ബൈ ചേഞ്ചിങ് മെസ്സേജസ് ഇൻ ടു അൺഇന്റലിജബിൾ മെസ്സേജസ്. സോ നമ്മുടെ ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജിനെ നമ്മൾ അൺഇന്റലിജബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു ടൂളായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഓതന്റിസിറ്റി വരുത്തുന്നത്, ഓതന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെസ്സേജിന്റെ ഇന്റഗ്രിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സും ഇന്ന് അവൈലബിൾ ആണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഫയൽ ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് എനാബിൾ സെക്യൂർ കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ. സോ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അതേപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റിലും അതേപോലെ തന്നെ വെബ്സൈറ്റിലും ഒക്കെ നമുക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റുകളെയും അതേപോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽസിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഫയലാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. ദി സെക്യൂരിറ്റി ഓഫ് ട്രാൻസാക്ഷൻ
authentication can be further strengthened by the use of digital certificates. So ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വർദ്ധിപ്പിക്കാൻ കഴിയും, സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സുകൾ നമുക്ക് ഉപയോഗിച്ചിട്ട് മാക്സിമം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോകോൾ ആണ് SSL എന്ന് പറയും. SSL means it is an encryption based internet security protocol. It was first developed by Netscape in 1995 for the purpose of ensuring privacy, authentication and data integrity in internet communication. അപ്പോൾ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഡാറ്റ ഇന്റഗ്രിറ്റിയും ഓതന്റിക്കേഷനും പ്രൈവസിയും ഒക്കെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ മെസ്സേജുകളെ നമുക്ക് സെക്യൂർ ആക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആണ്, സെറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് വിച്ച് എൻഷുവേഴ്സ് സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഡൺ യൂസിങ് ക്രെഡിറ്റ് കാർഡ് ഇൻ എ സിനോറിയോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിൽ ഒരു ഇന്റഗ്രിറ്റിയും അതേപോലെ തന്നെ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സം സിസ്റ്റം ദാറ്റ് എനാബിൾസ് പേയ്മെന്റ്, ബട്ട് ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അപ്ലൈഡ് ഓൺ ദോസ് പേയ്മെന്റ്സ്. സോ ഇതൊരു പ്രത്യേകമായിട്ടുള്ള സിസ്റ്റം ഒന്നല്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോട്ടോകോൾ ആണ്, ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഈ പ്രോട്ടോകോൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഓൺലൈൻ പേയ്മെന്റിൽ അത്തരത്തിലുള്ള റിസ്കുകളൊന്നും വരില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നും വരാതെ നമുക്ക് ആ ഒരു പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് യൂസസ് ഡിഫറെന്റ് എൻക്രിപ്ഷൻ ആൻഡ് ഹാഷിംഗ് ടെക്നിക്സ് ടു സെക്യൂർ പേയ്മെന്റ്സ് ഓവർ ദ ഇന്റർനെറ്റ് ഡൺ ത്രൂ ക്രെഡിറ്റ് കാർഡ്സ്. സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റിലൂടെ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അത് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഹാഷിംഗ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിന് മാക്സിമം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പ്രോട്ടോകോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്ന ഹാർഡ്വെയർ ടെക്നോളജീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹാർഡ്വെയർ ടെക്നോളജീസ് ആയിട്ട് നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന ടെക്നോളജീസും അതുപോലെ തന്നെ ടെക്നിക്സുകളും ടൂൾസുകളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഇന്റർനെറ്റിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിംഗ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മാക്സിമം അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഇന്റർനെറ്റിന്റെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകളും സ്മാർട്ട് കാർഡ്സും ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ടെക്നോളജീസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സെക്യൂരിറ്റി ടൂൾസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ക്രൈം. ഒരു കമ്പ്യൂട്ടർ ക്രൈം ആണ് ഇൻ വിച്ച് ദ ക്രിമിനൽ ബ്രേക്സ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ എക്സ്പ്ലോറിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻ എക്സെട്ര. സോ ഇൻഫർമേഷൻസും അതേപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് മീൻസ് ഡിസ്ട്രോയിങ്, ഡിലീറ്റിംഗ് ഓർ ആൾട്ടറിംഗ് എനി ഇൻഫർമേഷൻ റിസൈഡിംഗ് ഇൻ എ കമ്പ്യൂട്ടർ റിസോഴ്സ് ഓർ ഡിമിനിഷിംഗ് ഇറ്റ്സ് വാല്യൂ ഓർ യൂട്ടിലിറ്റി ഓഫ് എഫക്റ്റിംഗ് ഇറ്റ് injuriously by any means with the intent to cause wrongful loss or damage to the public or person. അപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സുകളിലെ എന്തെങ്കിലും രീതിയിലുള്ള ഓൾട്ടർനേഷൻ വരുത്തുക, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സമ്മതമില്ലാതെ ഒരു പബ്ലിക്കിന്റെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണിന്റെയോ സമ്മതമില്ലാതെ ആ പബ്ലിക്കിനും പേഴ്സണും ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് വരുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോസ് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറുകളെ എന്ത് ചെയ്യുക, അവർ ഉപയോഗിക്കുകയും അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്ന ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ക്രൈം ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇ കൊമേഴ്സും ഇ മാർക്കറ്റിംഗും ഇ ബിസിനസ്സും അതേപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും അതിനുള്ള സൊല്യൂഷൻസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.